എന്ത് പറഞ്ഞാലും വീഡിയോ വെക്കണം. നീ എന്തോ പറഞ്ഞല്ലോ, നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത്. അപ്പൊ അമ്മ കരുതി അല്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ. നന്ദ, അമ്മയ്ക്ക് മാത്രല്ലല്ലോ ഇത് മനസ്സിലാവേണ്ടത്, എല്ലാവർക്കും മനസ്സിലാവണം. നീ പറ, നീ ഇപ്പൊ എന്തോ ഒരു അമ്മയ്ക്ക് നല്ലൊരു ഉപദേശം തന്നു, എന്താന്നൊന്ന് പറ. അങ്ങനെ കടയിൽ ഒന്നും പോകാൻ പാടില്ല, അല്ലെങ്കിൽ മമ്മ പാറ്റ് തീരും. ഒരു വട്ടം പോയിട്ട് കുറേ സ്ഥലങ്ങൾ വായിച്ചിട്ട് ഇത് വരണം. അതായത് നമ്മുടെ പൈസ എങ്ങനെയാ പോണെന്ന് നന്ദ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. എങ്ങനെയാ നന്ദ? എപ്പോഴും കഴിക്കാൻ പാടില്ല. എന്ത് ഭക്ഷണം? എപ്പോഴെപ്പോഴും കഴിക്കാൻ പാടില്ല ഭക്ഷണം. കുറേ തിന്നാൻ പാടില്ല, കൊറേ തിന്നാൻ പാടില്ല. വെച്ചുമ്പോ അപ്പൊ എത്ര ദിനം വിശക്കുമ്പോ ഒന്നും തിന്നാൻ പാടില്ലേ? അപ്പൊ പാൽ മാത്രം കുടിക്കാൻ പാടുള്ളൂ. പാല് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ വിശക്കുമ്പോ, അല്ലാതെ കൊറേ ഭക്ഷണം ആരും തിന്നരുത് കേട്ടോ, പൈസയൊക്കെ പോവും. പിന്നെയോ, പിന്നെ എങ്ങനെയാ പൈസ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും? ചിക്കൻ ഒത്തിക്കാൻ പാടില്ല, ചുമരൊക്കെ അങ്ങ് പൊളിഞ്ഞു പോവും. ചുമരുമ്പോ സ്റ്റിക്കർ ഒന്നും ഒട്ടിക്കാൻ പാടില്ല, ചുമരൊക്കെ പൊളിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ നമ്മൾ പൈസ ലാഭിക്കാം. പിന്നെന്താ പൈസ ലാഭിക്കാനുള്ളത്? ഇതൊക്കെ സൂനോടുള്ളതാട്ടോ. അല്ലേ, എന്നോടും കൂടി ഉള്ളതോ? പൈസ ലാഭിക്കാൻ എനിക്ക് ഒറ്റ വഴിയുള്ളതെന്തേ എന്താ അറിയോ? അന്നെ അക്കൂനെ എൻ്റെ അമ്മേനെ ഒഴിവാക്കുക. അപ്പം എനിക്ക് കുറേ പൈസ ലാഭം ഉണ്ടാവും. പിന്നെ അക്കൂനെ ഞാൻ ഒഴിവാക്കൂലടി, അന്നെ അമ്മേനെ ഒഴിവാക്കില്ല, അക്കൂനെ അവനെ ഞാൻ ഒഴിവാക്കിയതാണ്. ഒരു ഫിനാൻസ് മാനേജർ വന്നിരിക്കുന്നു, ഒന്ന് പോവിടുന്ന്. അത് സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല, അങ്ങനെ സേപ്പ് വരും. ഫുഡിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞോണ്ടാ പണ്ട് ആ സ്റ്റിക്കർ പറ്റിട്ട് അങ്ങനെ ആയി നോക്ക്. ഇവിടെ ഉള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് പറിച്ചപ്പോ ഇങ്ങനെയായി. അതാണ് കേട്ടോ ഒരു നിയമം. പെയിന്റ് അടിക്കണമെങ്കിൽ കുറെ പൈസ വേണ്ടേ, അതാണ് അല്ലേ, അതൊരു പോയിന്റ്. പിന്നെ വേറെ കാര്യമുണ്ട് നന്ദേ, ചെറിയ കുട്ടികളുണ്ടാവും വീട്ടിൽ, ഓര് പറയും അച്ഛാ മുത്തായി വേണം മുത്തായി വേണം എന്ന് പറയും. അപ്പോൾ നമ്മൾ മുത്തായി വാങ്ങി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുറേ പൈസ ലാഭം ഉണ്ടാവും. അതൊരു പോയിന്റ് ആണ് കേട്ടോ സു, അത് പക്ക നല്ല മോൻ, നല്ല പോയിന്റ് പറഞ്ഞു. അമ്മ തിരിച്ചു കൊടുത്തോളും നമുക്ക് തരൂല അമ്മ. ഏത് തിരിച്ചു കൊടുത്താ തരൂല? അനക്കൊരു ജോലിക്ക് പോയിക്കൂടെ? എന്നാ ഞങ്ങൾക്ക് കുറച്ച് കുറേ പൈസ കിട്ടൂലേ? നിലത്ത് കിടക്കുന്ന ഒരു കഷ്ണം പെൻസിൽ പോലും എടുത്ത് വെക്കാൻ പറ്റൂല, എന്നിട്ട് അവൾക്ക് പണിക്ക്. നാളെ തൊട്ട് ജോലിക്ക് പോയിക്കോ, അപ്പൊ കുറേ പൈസ കിട്ടും നമുക്ക്. സ്കൂളിൽ പോകുമ്പോ എന്റെ പൈസ അങ്ങോട്ട് പോവുള്ളൂ, ഇങ്ങോട്ട് കിട്ടൂല. ഈ ഒരു കാര്യം ചെയ്യും, സ്കൂളിൽ പോകണ്ട, ഒരു ജോലിക്ക് പോയിക്കോ, അപ്പൊ ഞങ്ങൾക്ക് കുറേ പൈസ കിട്ടും. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ജോലിക്ക് കയറും. അച്ഛ ജോലിക്ക് പോയ പൈസ കൊണ്ടല്ല, അച്ഛ ജോലിക്ക് പോയ പൈസ നിന്റെ കുട്ടി പറയും. സ്റ്റിക്കറൊക്കെ അങ്ങനെ അതിന് സേപ്പ് പോലാച്ച അത് ഊരുമ്പോ അതിന് സേപ്പ് പോലാവും, പെയിന്റ് പോവും. അപ്പോൾ പെയിന്റ് അടിക്കുമ്പോൾ പൈസ പോവും. മുട്ടായി തിന്നതിന്റെ അത്ര പൈസ പോകും. തൽക്കാലം ഇപ്പൊ രാത്രി 12-1 മണിയായി. ഈ ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ തന്നെ ബാക്കി നാളെ പറയാം, ബാക്കി നാളെ പറയാം കേട്ടോ. അല്ല ബാക്കി ഉപദേശം അന്നപ്പോ തന്നെ പറയാം. മാത്രം പൈസ പോണല്ലോ, മുട്ടായി വാങ്ങുമ്പോ പോണില്ല പൈസ പോണില്ലേ? അനക്ക് ബൈക്ക് വാങ്ങി തന്നപ്പോ പൈസ പോയില്ലേ? അനക്ക് പാത്രം വാങ്ങി തന്നപ്പോ പൈസ പോയില്ലേ? അതൊക്കെയോ സ്റ്റിക്കറിന്റെ വായിലൊട്ടിച്ച ഇവിടുത്തെ സകല പ്രശ്നവും തീരും. ഒരു സ്റ്റിക്കർ ഒട്ടിച്ച മതി കേട്ടോ. ഗുഡ് നൈറ്റ്, എല്ലാരും ഉറങ്ങുകയാണ്. ഒരു സ്റ്റിക്കറിന്റെ വായിലൊട്ടിച്ച എല്ലാ പ്രശ്നവും തീരും ഇവിടുത്തെ. അച്ഛനെ പുത്തുമ്പച്ച ഇങ്ങനെ പുത്തു. അമ്മനെ വേണ്ട. ഇവിടുത്തെ എല്ലാ പ്രശ്നം തീരുടിക്കുക, എല്ലാ സ്റ്റിക്കറും എൻ്റെ വായ പൊട്ടിച്ച എല്ലാ പ്രശ്നം തീരുടി. കോളിയോ